ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ മനോഹരമായ താമര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 20, 18, 16, 14, 12, 10 എന്നീ സെന്റിമീറ്റർ അളവിൽ വൃത്തങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലൊരു വൃത്തം എടുക്കാം. അതിനെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് 3ആയി മടക്കിയെടുക്കാം. മടക്കിയ പേപ്പറിനെ നിവർത്തിയെടുക്കാം. അതിനുശേഷം ആ മടക്കിലൂടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കട്ട് ചെയ്യാം. എല്ലാ ഭാഗവും ഒരുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗം തേച്ച് ഓരോ ഇതളും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. പല സൈസിൽ 6 വൃത്തങ്ങൾ ഉണ്ട്. അതിൽ 6 വൃത്തങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ആദ്യം വലിയ ഫ്ലവർ എടുക്കുക. അതിന്റെ മേളിൽ ഗം തേച്ച് ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഓരോന്നും അതിന്റെ മേളിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 2 സെന്റിമീറ്റർ വീതിയിൽ ഒരു പേപ്പർ എടുക്കാം. അതിനെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മടക്കിയെടുക്കാം. എന്നിട്ട് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിനെ നിവർത്തിയെടുക്കുക. അതിന്റെ സൈഡിൽ ഗം തേച്ച് നമുക്കതിനെ ചുരുട്ടിയെടുക്കാം. ചുരുട്ടിയെടുക്കുമ്പോൾ കുഞ്ഞൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. അതിനെ നമ്മുടെ താമര പൂവിന്റെ നടുക്ക് അതിനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം 10 സെന്റിമീറ്റർ അളവിൽ 2 വൃത്തം എടുക്കാം. നേരത്തെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് താമരപ്പൂവിന്റെ അടിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. 2 ഫ്ലവറും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഗ്രീൻ കളറുള്ള A4 ഷീറ്റിന്റെ പകുതി എടുക്കാം. അതിനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സൈഡിൽ നിന്ന് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ചുരുട്ടി ഒരു വടിയുടെ രൂപത്തിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ഗം തേച്ച് ഒട്ടിച്ച് ഇതുപോലെ എടുക്കാം. അതിനുശേഷം അതിന്റെ സൈഡ് കട്ട് ചെയ്തു. വീഡിയോയിൽ കാണുന്നത് പോലെ അതിന്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3ആയി കട്ട് ചെയ്യാം. 3ആയി കട്ട് ചെയ്തതിനു ശേഷം അതിനെ നിവർത്തി അവിടെ ഗം തേക്കുക. ഗം തേച്ചു താമരപ്പൂവിനെ മറിച്ചിട്ട് ബാക്കിലെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. കുറെ സമയം ഒട്ടാനായി അനുവദിക്കുക. അതിനുശേഷം നിവർത്തിയെടുക്കാം. അപ്പൊ മനോഹരമായ താമര റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.